ഇത് VNRന്റെ പേരാണിത്. ഹോം ഗ്രൗണ്ട് സാധനമാണ്. ചെറുപ്രായത്തിൽ തന്നെ കായ ഉണ്ടാവും. അത് നമുക്ക് റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ മെജോറിറ്റി തൈകൾ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. ഇത് വരുന്നത് പെരിന്തൽമണ്ണ ജൂബിലി റോട്ടിലാണ്. പേരകളുടെ എത്ര വെറൈറ്റീസ് നമ്മളെ കുറേ വെറൈറ്റി ഉണ്ട്. എണ്ണി പറയുകയാണെങ്കിൽ കുറേ വെറൈറ്റി ഉണ്ട്. എണ്ണ തയ്യാത്ത അത്രയുണ്ട് വെറൈറ്റികളുണ്ട്. സീഡ്ലെസ് പിന്നെ ആണ് ഉള്ളത്. നല്ല കായഫലം ഉള്ളത് നമ്മളെ കടയിൽ നിന്ന് തന്നെ കായുള്ള സാധനം കിട്ടും. അതും പല റേറ്റിലുള്ളുണ്ട്. ഒരു ലോകം മുഴുവൻ പേരകളാണ് അതൊക്കെ. വലുത് കായുള്ളതാണത് ഇല്ലേ? അത് കായതാ. ഇത്രയും റിസൾട്ട് ഉണ്ടല്ലേ. ഇത് നമ്മളെ ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയാണ്. അത് വലിയ കാഴ ഇക്കാരം നല്ല മധുരം ഉണ്ടാവും. സീഡ്ലെസ് ആണല്ലോ. സീഡ്ലെസ് ആണ്. ബെഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരുന്നത്. വലിയ പ്ലാന്റ് ആണ്. നല്ല കായ ഉണ്ടാവും. പിന്നെ നല്ല മധുരമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു വെറൈറ്റി. നമ്മളെ കടയിൽ തന്നെ കായ്ച്ചു നിൽക്കുന്നുണ്ടല്ലോ നിങ്ങള്. അപ്പൊ അത് വിശ്വസിച്ച് കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ റംബൂട്ടാന്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കളക്ഷൻ കേട്ടോ. നമ്മളെ PSN ഹൈടെക് നഴ്സറിയില് ചെറുത് മുതല് വലുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ആളെ ഹൈറ്റിലുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ സെയിലുണ്ട്. കായം പൂവുള്ളത് ഉള്ളതുണ്ട്. അതിന്റെ ഉള്ളിലാണ് കായം പൂവുള്ളതൊക്കെ. പക്ഷെ കായ കൂടുതൽ നിൽക്കൂല. അപ്പൊ തന്നെ വവ്വാലുകൾ പക്ഷികൾ വന്ന് കൊണ്ടുപോവാണ്. അതാണ് പ്രശ്നം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി. നമുക്ക് ഹോൾസെയിൽ കൊടുക്കാൻ പറ്റുമോ? ഹോൾസെയിൽ ഒക്കെ നമ്മൾ 10% കുറച്ച് കൊടുക്കും. 10% കുറച്ചാണ്. അതായത് MRP റേറ്റിൽ നിന്ന് ഒരു 10% ഡിസ്കൗണ്ട് ഹോൾസെയിൽ റേറ്റ് കിട്ടും. നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഈ റംബൂട്ടാന്റെ തന്നെ നമ്മൾ എത്ര വെറൈറ്റീസ് നമ്മുടെ അടുത്തുള്ളത്? 6 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ 6 വെറൈറ്റീസ് ഉണ്ട്. 6 വെറൈറ്റികളുണ്ട്. അതായത് നമ്മളെ യെല്ലോ, അതേപോലെ റെഡ്, അതാണ് മെയിൻ ആയിട്ട് എല്ലായിടത്തുള്ളത്. അതിൽ തന്നെ പല വേരിയന്റ്, പല വെറൈറ്റി പേരുകളായിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞെടുത്തേക്കാ. പെരിന്തൽമണ്ണ ജൂബിലി റോട്ടിലാണ് വരുന്നത്. PSN ഹൈടെക് നഴ്സറി. ഇത് കണ്ടില്ല മാവ് കായ്ച്ചു നിൽക്കേണ്ട മാവാണ്. ഉദാദാത്ത് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഉദാദാത്ത് അധികം ഒന്നും കേട്ടിട്ടില്ലാത്തൊരു പേരാണ് കേട്ടോ. ഇതൊക്കെ കായഫലമുള്ളതാണ്. നമ്മളെ കടയിൽ നിന്ന് തന്നെ റിസൾട്ട് കിട്ടിയിട്ടാണ് പോകേണ്ടത്. ഇതിന്റെ ഒക്കെ ഈ ഒരു കാണുന്ന കായോട് കൂടിയിട്ടുള്ള 63 വെറൈറ്റി മാവ് നമ്മുടെ കയ്യിലുണ്ട്. 63 വെറൈറ്റി മാവുകൾ നമ്മളെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം. എല്ലാം കായ്ക്കേണ്ടത്. കായ്ക്കാത്ത ഒരു മുതൽ നമ്മൾ ഒരു കസ്റ്റമറിനും ഇവിടുന്ന് കൊടുക്കൂല. കാരണം അങ്ങനെ വഞ്ചിതരാകാൻ പാടില്ല അവര്. നമുക്ക് വിശ്വസിക്കാണ് നമ്മുടെ സ്ഥാപനത്തിൽ. നമുക്ക് നാളെ ഈ ഒരു മേഖല നിലനിൽക്കാനുള്ളതാണ്. അപ്പൊ 63 ഐറ്റം 63 ഐറ്റം മാവുകൾ. അതായത് ആ ഐറ്റത്തിൽ തന്നെ പല സൈസിലുണ്ട്. പല പിന്നെ വിലക്ക് വ്യത്യാസമുള്ളതുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, ഇടത്തരണ്ട് ഒക്കെ ഉണ്ട്. ബെഡ് ചെയ്ത കശുമാവാണിത്. സാധാ മറ്റേ കുരുട്ടിട്ട് അല്ല, ബെഡ് ചെയ്തിട്ട് വരേണ്ടതാ. ഇതിലൊക്കെ ഉണ്ട് കശുമാവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ PSN ഹൈടെക് നഴ്സറിയിൽ തയ്യാറാണ് അല്ലെ? ഇത് മാത്രമല്ല, ഏതാണ്ട് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകളുടെ എത്ര കളക്ഷൻ ഉണ്ട്? എണ്ണ തീരുക അത്രയും ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സാധനം ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകില്ല. നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മള് ഒരു 4-5 ദിവസം കൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും. കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിൽ. അമ്പായം സ്വീറ്റ് ആണല്ലേ? സ്വീറ്റ് അമ്പായം. അതായത് നമുക്ക് പച്ചയിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന അമ്പായം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളൊരു വീട്ടില് ഇത് വേണം. കാരണം നമുക്ക് വീട്ടിൽ ഉപ്പിലിട്ട് വെക്കാനൊക്കെ പറ്റിയ റൈറ്റ് ആണ്. പച്ചക്ക് കഴിക്കുകയും ചെയ്യാം. അതെ, പച്ചക്ക് കഴിക്കാൻ ഒരുവിധമൊക്കെ നമ്മളെ അച്ചാറിടാൻ അത് കൊണ്ടുണ്ട്. പഴയ അമ്പായത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പുതിയത് വന്നത്. അതെ. ചെറിയ തൈ ആകുമ്പോഴത്തേനും കായ്ക്കും. നമുക്ക് മരത്തുമ്മ കയറി ഇറക്കേണ്ടതാണ്ട. ഇതേ റിസൾട്ട് നമുക്ക് ഇതിമ്മലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഏത് വീട്ടിലും ഇപ്പൊ അത്യാവശ്യം. ഓറഞ്ചുകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ എത്തിയുള്ളത്. ഏതുള്ളത്? നമ്മളെ ബുഷ് ഓറഞ്ച് ഇട്ടല്ലേ? ബുഷ് ഓറഞ്ച് ഉണ്ട്, പിന്നെ മുസമ്പി ഉണ്ട്, സ്വീറ്റ് ഓറഞ്ച് വലിയ ഐറ്റം ഉണ്ട്. ഇത് സ്വീറ്റ് ഓറഞ്ച് വലിയ ഐറ്റാണ്. ചെറിയ കായ വന്ന് തുടങ്ങുന്നു. അതായത് ഓറഞ്ച്, മുസമ്പി വെറൈറ്റീസ്, നാരക വെറൈറ്റീസ് ഒട്ടുമിക്കും നമ്മുടെ കളക്ഷനിൽ ഇവിടെ ഉണ്ട്. ലെമൺ സ്വീറ്റ് ലെമൺ. ഇക്ക നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തേ. പെരിന്തൽമണ്ണ ജൂബിലി റോഡ്, PSN ഹൈടെക് നഴ്സറി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നെടുക്കാനുള്ള ഫെസിലിറ്റി എല്ലാം നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് സൺഡേ ഓപ്പൺ ആണോ? എല്ലാ ദിവസവും ഓപ്പണാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് ടൈമില്ല. എത്രത്തോളം കസ്റ്റമർ ഉണ്ടോ, രാത്രി 12 മണിയാണോ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എല്ലാവരും ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ ഇറക്കിയുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഇത് സപ്പോർട്ടിന്റെ കായുള്ള തൈകളാ. സത്യം പറഞ്ഞാൽ ഇലയെ പോലെ തന്നെ കായുണ്ട്. അത്രത്തോളം വന്നിട്ടുണ്ട്. നിറയെ കായ്കള്. അത് ഹോം ഗ്രൗണ്ടിന്റെ സാധനം. ഹോം ഗ്രൗണ്ട് ആയിട്ട് കേട്ടോ. അപ്പൊ ഈ കിടക്കുന്നതൊക്കെ അതിന്റെ ക്വാണ്ടിറ്റി ആണ്. എല്ലാത്തിലും കായ ഉണ്ട് എന്ന് പറയണില്ല. 2-3 എണ്ണത്തിൽ കായുണ്ട്, കായ ഇല്ലാത്തതുണ്ട്.
ഇഷ്ടം പോലെ പ്ലാന്റുകൾ പല സൈസിലുള്ളത് അവിടെ കാണാം കേട്ടോ നമുക്ക്. ഇപ്പൊ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ, കായലുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാത്തണ്ട, ഫ്രൂട്ടോട് കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു സമയത്ത് നമ്മളെ അത്ഭുതമായിരുന്ന ഒരു ചെടിയാണല്ലേ ഇത്, മിറാക്കിള്. അതായത് ഇത് കഴിച്ചിട്ട് കുറച്ചു നേരത്തേക്ക് നമ്മൾ എന്ത് പുളിയുള്ളത് കഴിച്ചാലും മധുരായിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ഇത് ഷുഗറിന് എതിരോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. ഒരു മിറാക്കിൾ നമ്മുടെ നാവിനെ ഒന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മളൊന്ന് അത്ഭുതപ്പെടുത്തുന്നു, അത്ര മാത്രം. അപ്പൊ ഇതിന്റെ പല സൈസിലുള്ള തൈകൾ ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ. കായ്കളൊക്കെ എനിക്ക് തോന്നുന്നു പക്ഷികൾ കഴിച്ചതാണ്, ഓപ്പൺ പ്ലേസിൽ വെച്ചതാണ്. കായോട് കൂടി ഞാവല് കായുള്ളതോട് കൂടി ഞാവല് എന്ന് പറഞ്ഞാൽ നിറയെ കായ്കൾ കണ്ടില്ലേ, നിറയെ കായ്കളുണ്ടായിരുന്നു ഇവിടെ കൊടുക്കാനായിട്ട് തയ്യാറായിട്ട്. ഞാവലിന്റെ തന്നെ പല സൈസിലുള്ള പ്ലാന്റുകൾ നമ്മളെ PSN ഹൈടെക് നഴ്സറി തയ്യാറാണ് കേട്ടോ. ഒരുപാട് നല്ലതാണ് മോശമാണ് എന്നുള്ള അഭിപ്രായങ്ങൾ കേട്ട ഒരു ഫ്രൂട്ടും കൂടിയാണിത്. പലർക്കും കഴിച്ചവർക്കൊക്കെ പല അഭിപ്രായമാണ് ഇതിനെ പറ്റി. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിനും പല വെറൈറ്റികളുണ്ട്. അപ്പൊ അബിയു ആണ് കേട്ടോ ഫ്രൂട്ട്, അത് ഹോം ഗ്രൗണ്ടിന്റെ സാധനമാണ്, ഹോം ഗ്രൗണ്ട് ആണ്. അപ്പൊ ഈ തൈകളൊക്കെ വെച്ചാൽ നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട് കിട്ടുക? ഇതിപ്പോ കാഴ്ച ഇത് നമ്മുടെ അടുത്തുണ്ട്, അതുണ്ട് വലുതുണ്ട്. കാഴ്ച വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവച്ചാൽ. അതെ, പക്ഷെ ഇപ്പൊ കായില്ല, ഇപ്പൊ കായ ഉണ്ടാകേണ്ട സമയമല്ല, സീസൺ അല്ല. ഈ സൈസ് മുതൽ കായ്ച്ചു തുടങ്ങിയതും കായ്ച്ചതുമായ അബിയുകൾ തയ്യാറാണ്. നമ്മളെ ലാൻഡ്സ്കേപ്പിങ്ങിന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മളെ ഫോക്സ് സ്റ്റൈൽ. അത് വലുതും ചെറുതുമായിട്ടുള്ള പല ഐറ്റംസും ഉണ്ട്, നമ്മളതിൽ തയ്യാറാണ്. അതെ, നമ്മുടെ അടുത്ത് ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാ ഇതും നമ്മൾ ചെയ്തു കൊടുക്കും എല്ലാം. ഒരു ചെറിയ ചെടി മുതൽ 10 രൂപന്റെ ചെടി വരെ നമ്മൾ പോലെ വീട്ടിൽ വന്ന് കണ്ട് ചെയ്തു കൊടുക്കും. വലിയ പ്ലാന്റ് ആയാലും എന്തായാലും അതിനുള്ള പണിക്കാരൊക്കെ നമ്മുടെ അടുത്തുണ്ട്. 40ഓളം കൊല്ലം പരിചയമുള്ള പണിക്കാർ നമ്മുടെ അടുത്തുണ്ട്. കഴുങ്ങും തൈകൾ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാണിജ്യ മേഖലയിൽ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കുന്ന ഒട്ടുമിക്ക വെറൈറ്റികളും നമ്മളവിടെ ഉണ്ടല്ലോ. അതെ, മോഹിത് നഗർ ഉണ്ട്, കാസർഗോഡ് ഉണ്ട്. അപ്പൊ കവുങ്ങും തൈര് നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഹോൾസെയിൽ വേണമെങ്കിൽ നമ്മളെ MRP റേറ്റിൽ നിന്ന് ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കും. പ്ലാവുകൾ വെച്ചിട്ടുള്ള ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാല്ലേ. കാരണം എത്ര വെറൈറ്റീസ് പ്ലാവുകൾ ഉണ്ട് നമ്മളെ? 6ഓളം വെറൈറ്റി പ്ലാവുകളുണ്ട്. 6 വെറൈറ്റീസ്. അതായത് വിയറ്റ്നാമിന്റെ സൂപ്പർ എയർലി, അങ്ങനെ പിന്നെ ജാക്ക് സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ളതും, പിന്നെ വിയറ്റ്നാം എയർലി ഞാൻ പറഞ്ഞു, പിന്നെ എന്താണ് കംബോഡിയൻ ജാക്ക്, സീഡ് ഉള്ളത്, സീഡ് ഇല്ലാത്തത്, വളഞ്ഞില്ലാത്തത്, അങ്ങനെ ഒട്ടുമിക്ക പ്ലാവുകളുടെ കളക്ഷൻസും നമ്മളെ കയ്യിലുണ്ടല്ലേ. അത് ഏറ്റവും ചെറിയ തൈ മുതൽ വലിയ ചക്ക ഉള്ളത് വരെ, ഓൾറെഡി ചക്ക ഉള്ളത് വരെ ഉണ്ട് നമ്മളെ കയ്യിലുണ്ട്. നമ്മളിലൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഈത്തപ്പന നല്ല ഇനം തൈകൾ, ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓക്കെയാണ്? അത് ഇവിടെ നമ്മളെ കേരളത്തില് കായ്ഫലമുള്ള തൈകളാണിത്. അതായത് ടിഷ്യൂ കൾച്ചറിൻ്റെതാണ്. അപ്പൊ 100% നമുക്കിത് ഉറപ്പിക്കാം. അതെ, നമ്മളിപ്പോ അത് സെയിൽ ചെയ്യൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. ഇത് 3.5-4 വർഷം കൊണ്ട് കായ്ക്കുന്നാണ് ഇത് നമുക്ക് തന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഒരുവിധം ടീമൊക്കെ നമ്മൾ ഈ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് റിസൾട്ട് നമുക്കൊരു അപ്ഡേഷനിൽ നമ്മളെ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഗോൾഡൻ ബാംബു. പ്രധാനമായിട്ടും തണ്ടുകളിൽ ഗോൾഡൻ യെല്ലോ കളർ വരുന്നു എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. മറ്റൊരു പ്രത്യേകത അല്ല, ഇതിന്റെ പ്രധാന പ്രത്യേകതയും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ ബാംബുവിന്റെ വിവിധ സൈസിലുള്ള തൈകൾ ഇവിടെ സെയിലിന് തയ്യാറാണ്. നമ്മുടെ കുറ്റ്യാടി തെങ്ങും തൈകൾ ഇതാ ഈ ഒരു ഐറ്റിലുള്ളല്ലേ. കിളിയോലൊക്കെ വന്ന് തുടങ്ങണോ? അതെ, അത് 1.5 കൊല്ലം കഴിഞ്ഞതാണേ. ഓക്കെ, തെങ്ങിൻ തൈ നമ്മുടെ അടുത്ത് എത്ര വെറൈറ്റീസ് ഉണ്ട്? 2 വെറൈറ്റി ഉള്ളൂ ഇപ്പൊ നമ്മുടെ അടുത്ത്. അത് കുറ്റ്യാടി ഉണ്ട്, അതേമാതിരി ഗംഗാബോണ്ടും ഉണ്ട് അല്ലേ. പിന്നെ ടീൻഡിഡി ഉണ്ട്, അത് വലിയതാ ഉണ്ടല്ലേ. ഓ, ഇത്രയും വലുതല്ലേ. ടീൻഡിഡി ഉണ്ട്, വലുതാ. നേരത്തെ പറഞ്ഞു ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന മറ്റൊരു ഐറ്റംസ് ആണ് ഇപ്പൊ ഈ കാണുന്ന യുജീനിയ. അതേപോലെ ഇതേതാ? അത് ഫൈക്കസിന്റെ വേറെ ടൈപ്പാണ്. ഫൈക്കസിന്റെ തന്നെയാണല്ലേ. ഫൈക്കസിന്റെ. പിന്നെ ബാംബുവിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്, ബുദ്ധ ബാംബു അല്ലേ. അതേപോലെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ചെയ്യാൻ പറ്റിയ ഒട്ടുമിക്ക പ്ലാന്റുകളും വാട്ടർ എലിക്കോണിയ എന്ന് പറയും. വാട്ടർ ഇത് വെള്ളക്കെട്ടിൽ നിർത്താൻ പറ്റും, വെള്ളക്കെട്ടിൽ പറ്റും, പുറത്ത് പിന്നെ ഇൻഡോറിൽ പറ്റും, ഔട്ട്ഡോറിൽ പറ്റും, ഒക്കെ പറ്റും. അതായത് നമ്മൾ പ്ലാന്റ് കണ്ട ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ. അത് ടോർച്ചർ പിന്നെ എലിക്കോണിയന്റെ ചെറിയ ടൈപ്പ്. ബോഗൻവില്ല ഒരെണ്ണത്തുമ്പോ തന്നെ 4 കളറ് ഇതിമുണ്ട്. അങ്ങനെ 6-7 കളറ് നമ്മളെടുത്തുണ്ട് ഒരെണ്ണത്തുമ്മല്. 6-7 കളറുള്ളത് നമ്മളെടുത്തുണ്ട്. അതിൽ പല ചെറുതും വലുതും ഒക്കെ ഉണ്ട്. പക്ഷെ ചെറിയ ഐറ്റംസ് ഇപ്പൊ നമ്മളെടുത്ത് ഇല്ല, അങ്ങനെ തന്നെ പറയണല്ലോ. പിന്നെ ആൾക്കാർ വന്നിട്ട് മടങ്ങി പോകേണ്ട ഗതി ഉണ്ടായിരുന്നു. പക്ക ചെറുതില്ല, അധികം മൾട്ടി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളെ കളക്ഷനിലുള്ളത്. നമ്മുടെ തെച്ചുകള്
അല്ലെ? പല കളറിലുള്ള അതെ മിനിയേച്ചർ ടൈപ്പ് തന്നെ പല വെറൈറ്റി കളറുകളും നമ്മളെടുത്തുണ്ട്. അത് ചെറിയ പ്രൈസിന് 50 രൂപ മുതലുള്ള ചെറിയ പ്രൈസിൽ ഇവിടെ ഉണ്ട്. അത് പല കളറും ഉണ്ട്. ഇവിടെ ഇല്ലാത്ത കളർ ഇല്ലാന്ന് അറിയല്ലേ? 7-8 കളർ ഇപ്പൊ നമ്മളടുത്ത് നിലവിലുണ്ട്. പല വെറൈറ്റി കളർ. യെല്ലോ ഒക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയത്. റോസ് പല കളറും ഉണ്ട്, എല്ലാ കളറുകളും നമ്മളെടുത്തുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടി കൂടുതൽ റോസിന്റെ കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ ഇപ്രാവശ്യം. കാരണം ലോഡ് വന്നിട്ടില്ലായിരുന്നു, ഇപ്പൊ ലോഡ് വരവ് തുടങ്ങി. അപ്പൊ എല്ലാ കളറും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ. റോസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റുകൾ. ഇതാ ജമന്തി ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. ജമന്തിന്റെ തന്നെ പല കളറും ഉണ്ടല്ലേ? ഒരുപാട് ഇതാ വെറൈറ്റീസ് ഇതാ കണ്ടില്ല. നമ്മൾ ഈ കാണുന്ന ഇത് നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർക്കിഡ് ആണല്ലേ? അതെ അതെ അതെ. നമ്മളെ മറ്റേ ഓർക്കിഡിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ ലീഫും കാര്യങ്ങളൊക്കെ. നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതായത് നമ്മളെ നല്ല വെയിലിൽ യൂസ് ചെയ്യാം. നല്ല വെയിലില് ഒറ്റ നേരം നന കൊടുത്താൽ തന്നെ ക്ലിയർ ആണ്. പക്ഷെ 2 നേരം നനക്കണം, എന്നാൽ ഒന്നും കൂടെ ബെറ്റർ ആവും. നമ്മൾ അടിപൊളി CC പ്ലാന്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, ബ്ലാക്കും ഉണ്ടല്ലേ? അതെ, 2 ഐറ്റംസും ഉണ്ട്. 2 ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഏതാണ് നമ്മളെ സൈസിന് റേറ്റിന് ഏതാണോ ഓക്കെ അത് നമുക്ക് കൊട്ടും. ഇവിടെ നമ്മൾ ആന്തൂറിയാണോ? ആന്തൂറിയം ഹൈബ്രിഡ് ആണ്. അതെ, മിനിയേച്ചർ ടൈപ്പ്. ആന്തൂറിയത്തിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ചിലതൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. നമ്മള് കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഏതൊക്കെയാ? ഓർക്കിഡിന്റെ ഫെനലോവിസ് എന്ന് പറയും. ഇതിന്റെ ചെറിയ പൂക്കളുണ്ടല്ലേ, വെറൈറ്റി കളറുള്ള ചെറിയ പൂക്കൾ. ഇതൊക്കെ നമുക്കൊരു 2 മാസമൊക്കെ ഈ പൂക്കൾ കണ്ടിന്യൂ ആയിട്ട് നിൽക്കും. അതെ അതെ, 2 മാസത്തിലേറെ നിൽക്കും. പിന്നെ ലില്ലി, പീസ് ലില്ലി. ഓക്കെ. നമ്മളെ PSN ഹൈടെക് നഴ്സറിയിലെ മണി പ്ലാന്റുകളുടെ ഒരു ലോഗാണ് കേട്ടോ ഈ കാണുന്നത്. ഹാങ്ങിങ്ങിൽ പല വെറൈറ്റികളായിട്ടുള്ള സാധനം നമ്മുടെ അടുത്തുണ്ട്. ഹാങ്ങിങ്ങിൽ മണി പ്ലാന്റിന്റെ പല വെറൈറ്റികൾ. അത് വെരിഗേറ്റഡ് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, അങ്ങനെ ഹാങ്ങിങ്ങിൽപ്പെട്ട ഒട്ടുമിക്ക പ്ലാന്റുകളും നമുക്കിതാ. ഇത് വെരിഗേറ്റഡ് ടെർമിനാലിയ, ഇതൊരു ട്രെൻഡാണ് ഇപ്പോൾ. ഇതിന്റെ ചെറിയ ടൈപ്പും ഉണ്ട്, വലിയ ടൈപ്പും ഉണ്ട്, ഈ ഇടത്തരം ടൈപ്പും നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മളെ ഹോട്ടലുകള്, അതേപോലെ ഓഡിറ്റോറിയങ്ങള്, റിസോർട്ടുകള്, അതിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ നമ്മളെ വീട്ടില് വലിയ മുറ്റം ടച്ചിങ് അതിൽ സെൻട്രലിൽ ഒരെണ്ണൊക്കെ വെച്ചു കൊടുത്താൽ വളരെ ഇതായിട്ട് പോകും. ഇതിപ്പോ തട്ട് കൂടുന്നതിനനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരിക. ചെറിയ ഐറ്റം ഉണ്ട് നമ്മുടെ അടുത്ത്, ഇടത്തരം ഉണ്ട്, ലോങ്ങും ഉണ്ട്, പിന്നെ ഗ്രീനും ഉണ്ട്, വൈറ്റും ഉണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്. 10 മണിന്റെ കണ്ടില്ലേ, എത്ര കളറാണ് നമുക്ക് എണ്ണി എടുക്കുന്ന വേണം, അത്രയും കളേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. പല വെറൈറ്റി കളറുകളുണ്ട്, ഇഷ്ടംമാതിരി സാധനമുണ്ട്. നമ്മളെ PSN ഹൈടെക് നഴ്സറിയിലെ A to Z കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വളങ്ങൾ, ഈ ഒരു ഭാഗത്ത് പോട്ട്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുവിധം അത് മൺചട്ടിയിൽ ഇട്ടോ. നമ്മൾ അധികം ഒന്നും കാണാത്തതാണ്. നമ്മളെ നഴ്സറികളോ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ പോയാലും മൺചട്ടീൻ്റെ ഇത്രത്തോളം കളക്ഷൻസ് നമുക്കിവിടെ വേറെ എവിടെയും നമുക്ക് അങ്ങനെ അധികം കാണാൻ കഴിയില്ല കേട്ടോ. അതും പല ഡിസൈനുകളിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ഹാങ്ങിങ് ആയിക്കോട്ടെ, ഹാങ്ങിങ് അല്ലാതെ ആയിക്കോട്ടെ, ഓരോ ഡിസൈനുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ്ലി ചെയ്തിട്ടുള്ള ഡിസൈനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ചട്ടികളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ചട്ടികൾ തന്നെ പല സൈസിലുള്ള ചട്ടികൾ നമുക്കിവിടെ ഉണ്ട്. ഓർക്കിഡിനുള്ളതായിക്കോട്ടെ, അതല്ലാത്തതായിക്കോട്ടെ, പിന്നെ സ്റ്റോൺസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് പല സ്റ്റോൺസുകളുണ്ട്, നമ്മളെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺസുകളുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഓർക്കിഡിൻ്റെ ചട്ടികളുടെ നല്ലൊരു കളക്ഷനാണ്. അതേപോലെ തന്നെ ഇൻഡോർ ചട്ടികൾ, ഇൻഡോർ പല ഡിസൈനിൽ ചെയ്ത ചട്ടികൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം. അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസും. അതെ, ഒട്ടുമിക്ക ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചട്ടികളെ ഒരു ലോകം തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. കണ്ടില്ലേ, അത്രയും കളക്ഷൻസ് ആട്ടോ. ഏത് ഭാഗത്ത് നോക്കിയാലും തിങ്ങി നിറഞ്ഞ് ഡിസൈനിലിരിക്കുന്ന ചട്ടികൾ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ ടൂൾസും ഇവിടെ ഉണ്ട്. അതായത് ഒരു ഫാം അല്ലെങ്കിൽ ഒരു നഴ്സറിയിലേക്ക് നിങ്ങൾക്ക് ആവശ്യം പറ്റുക നമുക്ക് നഴ്സറിക്കാർക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ ചട്ടികളൊക്കെ? അതെ, കൊടുക്കാം. 10% കുറച്ച് കൊടുക്കാം. 10% കുറച്ച് കൊടുക്കാം. ഒരു സംശയമില്ല. അങ്ങനെ A to Z കാര്യങ്ങളുള്ള അടിപൊളി ഒരു നഴ്സറിയാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണുള്ള ജൂബിലി റോഡ് PSN ഹൈടെക് നഴ്സറി.